ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായം 43 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 1:43 മുതൽ 46 വരെ. പിറ്റന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയാസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെത്സേദയിൽ നിന്ന് ഉള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസെഫിൻ്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട്, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്ന് കാണുക എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെയും പട്ടണമായ ബെത്സേദയിൽ നിന്നുള്ളവനായിരുന്നു ഫിലിപ്പോസ്. മശിഹായുടെ വരവിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയവരായിരുന്നു അവർ 3 പേരും. യേശുവുമായി അഭിമുഖീകരിച്ച അന്ത്രയാസ് തൻ്റെ സഹോദരനായ പത്രോസിനോട് താൻ കണ്ടുമുട്ടിയ യേശുവിനെക്കുറിച്ച് പറഞ്ഞു. പത്രോസ് യേശുവിനെ അനുഗമിച്ചു. പിന്നീട് ഫിലിപ്പോസും യേശു പക്ഷത്ത് ചേർന്നു. ഒരേ ഗ്രാമത്തിൽ നിന്നുള്ള ആത്മീയ അന്വേഷകരായിരുന്നു അവർ. ഹൃദയ നൈർമല്യത്തോടുകൂടെ ദൈവത്തെ കണ്ടെത്തണം എന്നാഗ്രഹിച്ച് അന്വേഷിക്കുന്നവർക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. യേശു ഫിലിപ്പോസിനെ നേരിട്ടാണ് വിളിച്ചത്. യോഹന്നാന്റെ സുവിശേഷ വിവരണങ്ങളിൽ നിന്നാണ് ഫിലിപ്പോസിനെ നമ്മൾ പരിചയപ്പെടുന്നത്. യോഹന്നാൻ 6 അധ്യായത്തിലും 12 അധ്യായത്തിലും പിന്നെ 14 അധ്യായത്തിലുമൊക്കെ ഈ ഫിലിപ്പോസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്രമാത്രം ആഴമുള്ള ഒരാളായി അദ്ദേഹം കാണപ്പെടുന്നില്ല. അങ്ങനെ പിന്നണിയിൽ നിൽക്കുന്നവരെയും ദൈവിക ഉദ്ദേശങ്ങളുടെ പാതകളിലേക്ക് ചേർത്ത് ഇണക്കുന്നവനാണ് യേശു. തൻ്റെ സ്നേഹിതനായ നഥനയേലിനെ യേശുവിങ്കിലേക്ക് ആകർഷിച്ച ഒരു നല്ല ആളാംപ്രതി സുവിശേഷകനായിരുന്നു ഫിലിപ്പോസ്. നസറേയനായ യേശു ന്യായപ്രമാണങ്ങളുടെയും പ്രവാചകന്മാരുടെയും പൂർത്തീകരണമാണ് എന്ന് പറയുന്ന ഫിലിപ്പോസ് ദൈവരാജ്യ ശാക്തീകരണത്താൽ രൂപാന്തരപ്പെട്ട ഒരു വ്യക്തിയാണ്. ദൈവരാജ്യത്തിൽ കഴിവുകളുടെ മാനദണ്ഡം ലോകപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ അല്ല. പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയുടെയും സ്വതസിദ്ധമായ കഴിവുകൾ ഉപയോഗിച്ച് ദൈവരാജ്യ ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. 11-ാം മണിക്കൂർ വരെ വേലയ്ക്ക് നിയോഗിക്കപ്പെടാതെ നിൽക്കുന്നവർക്കും മുന്തിരിത്തോട്ടത്തിൽ ഇടം നൽകുന്നവനാണ് വലിയവനായ ദൈവം. മറ്റൊന്ന്, കപടമില്ലാത്ത ഇസ്രായേലിയൻ എന്നുള്ളതാണ് യേശു നഥനയേലിന് നൽകിയ സാക്ഷ്യപത്രം. തുടർന്ന് ആ ഭാഗം വായിക്കുമ്പോൾ കാണാം. ബർത്തലോമായിയും നഥനയേലും ഒരാൾ തന്നെയാണെന്ന് ചിന്തിക്കുന്നവർ അനവധിയുണ്ട്. നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഇത് തൻ്റെ നിഷ്കളങ്കതയിൽ അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്. വാദപ്രതിവാദത്തിന് മുതിരാതെ നസറത്തിൽ നിന്നുള്ള യേശുവിനെ നേരിൽ അനുഭവിക്കാൻ ഫിലിപ്പോസ് നഥനയേലിനെ ക്ഷണിച്ചു. യേശുവിനെ പരിചയപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വഴി ഓരോ വ്യക്തിയെയും യേശുവുമായുള്ള സമ്പർക്കത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് ഫിലിപ്പോസ് നന്നായി അറിഞ്ഞിരുന്നു. യേശുവിൻ്റെ പരമാധികാരം അംഗീകരിക്കുന്നതിനുള്ള നഥനയേലിൻ്റെ തുറവിയും സമ്മതവുമാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വത്തിൻ്റെ ആരംഭം എന്ന് നമുക്കറിയാം. ഗോത്രപിതാവായിരുന്ന യാക്കോബിന് പെനിയേലിൽ വെച്ചാണ് ഇസ്രായേൽ എന്ന പേര് ലഭിച്ചത്. ഉൽപ്പത്തി 32-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ഉപായങ്ങൾക്കും സൂത്രങ്ങൾക്കും പേര് കേട്ടവനായിരുന്നു യാക്കോബ്. സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് ഓടുകയും സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത യാക്കോബ് അല്ല. പിന്നെയോ യാബോക്ക് തീരത്ത് വെച്ച് ദൈവിക സ്പർശനത്താൽ
നിസ്സഹായത വന്നവനും ദൈവിക കരുതലിൻ്റെ സംരക്ഷണം അനുഭവിച്ചവനുമാണ് ഇസ്രായേലായി തീർന്ന യാക്കോബ്. എന്നാൽ കപടമില്ലാത്തവനാണ് സാക്ഷാൽ ഇസ്രായേലിയൻ. നഥനയേലിൻ്റെ നിഷ്കളങ്കതയും നിഷ്കപടതയും കാരണം യേശു അദ്ദേഹത്തെ സാക്ഷാൽ ഇസ്രായേലിയൻ എന്ന് വിളിച്ചു. അത്തിമരത്തിൻ്റെ കീഴിൽ ന്യായപ്രമാണം പഠിക്കാൻ ഇരിക്കുമ്പോൾ യേശു നഥനയേലിനെ അറിഞ്ഞിരുന്നു എന്ന് പറയുന്നു. പ്രവാചകന്മാരും ന്യായപ്രമാണങ്ങളും ചൂണ്ടിക്കാട്ടിയ മശിഹ ഈ നസറേത്തിൽ നിന്നുള്ള യേശുവാണ് എന്ന് വ്യക്തിപരമായ അനുഭവത്തിൽ നഥനയേൽ തിരിച്ചറിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നിഷ്കപടത എന്ന് പറയുന്നത്. വലിയ പണ്ഡിതന്മാർക്കും മത മേലധികാരികൾക്കും അത് തിരിച്ചറിയാൻ കഴിയാതെ പോയി. അതവരുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് എന്ന് പിന്നീട് കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയമെന്ന് 73-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് നഥനയേലുമായി ചേർത്ത് നിർത്തി ചിന്തിക്കുമ്പോൾ യാഥാർത്ഥ്യമായി നമുക്ക് തോന്നുന്നു. നമ്മൾ വായിച്ച വേദഭാഗത്ത് ഒരു ഉപഭോഗ സംസ്കൃതിയിൽ നിന്നും വ്യത്യസ്തപ്പെട്ട് ദൈവരാജ്യ സമീപനം ബലം കുറഞ്ഞവയെന്ന് തോന്നുന്നവർക്കും പ്രസക്തമായ സ്ഥാനം നൽകുന്നുവെങ്കിൽ ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ ദൈവരാജ്യം ഉണർത്തുന്ന വെല്ലുവിളികൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും. യേശുവിനെ വ്യക്തിപരമായി അറിയുന്നതിനും അനുഭവിക്കുന്നതിനും കർത്താവിനോട് കൂടെ ചേർന്നിരിക്കാൻ ഇന്നത്തെ തിരക്കുകളുടെയും ശബ്ദപ്രളയങ്ങളുടെ മധ്യേ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതും ചിന്തനീയമാണ്. എല്ലാ സാമർഥ്യങ്ങളും വൈഭവങ്ങളും ദൈവസന്നിധിയിൽ അടിയറവ് വയ്ക്കുന്ന ദൈവാഭിമുഖീകരണത്തിൻ്റെ സന്ദർഭങ്ങൾ നമ്മെ ദൈവത്തിൻ്റെ പ്രഭുക്കന്മാരാക്കുന്നു എന്ന് പെനിയേൽ നമ്മെ പഠിപ്പിക്കുന്നു. ന്യായപ്രമാണങ്ങളും പ്രവചന ഗ്രന്ഥങ്ങളും നൽകിയ ദൈവീയ വെളിപ്പാടുകൾക്ക് മുൻപിൽ സ്വയം സമർപ്പിക്കുന്ന നിഷ്കളങ്കതയും നിർമ്മലതയുമാണ് യേശുവിനെ തിരിച്ചറിയാൻ മുഖരിതമായതെങ്കിൽ നമുക്ക് വചനത്തിലൂടെ ദൈവത്തെ അനുഭവിക്കാൻ കഴിയണം. നിർമ്മല ഹൃദയം ദൈവത്തെ കാണും. സൗമ്യതയുള്ളവർ ഭൂമിയിൽ വാഴും. താഴ്മയുള്ളവർക്കോ ഉയർച്ച ലഭിക്കും. യേശുരാജൻ ഘോഷിച്ച നൽവാർത്ത നിങ്ങൾ ഓർത്തിടുക എന്ന ഒരു പാട്ടുണ്ട്. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നഥനയേലിനെ പോലെ നിഷ്കപടതയുള്ളവരായി നിർമ്മല ഹൃദയത്തിൻ്റെ ഉടമകളായി യേശുവിനെ പിൻഗമിക്കാൻ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ഇഴുകിച്ചേരാൻ നമുക്കും സാധിക്കട്ടെ. ദൈവം നമ്മളെ സഹായിക്കും. പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ നിർമ്മലമായ ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായുള്ളൊരു ആത്മാവിനെ നൽകണമേ എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ നൈർമല്യത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ലഭിക്കുന്ന നന്മകൾക്കായി നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ ചിറകിൻ്റെ പറവിൽ ഞങ്ങളെ വഹിച്ചുകൊള്ളണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിഭാഗവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ പന്ഥാവുകളിലൂടെ നടത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.